ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ ലൈവിൽ പൊരിഞ്ഞടി. അടി നടക്കുന്നത് അനീഷും ബിന്നിയും തമ്മിലാണ്. സംഭവം എന്ന് വെച്ചാൽ അനീഷ് കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നിയോട് പറയും, ഇന്നലെ ഒരുപാട് ഫുഡ് ഇന്നലെ ഫ്രിഡ്ജിൽ വെക്കാത്തത് കൊണ്ട് അതെല്ലാം കേടായി. അപ്പോൾ ഷാനവാസ് പറയും, എല്ലാ വീക്കെൻഡിലും ഫ്രിഡ്ജിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും എല്ലാ ഫുഡും വെക്കാറുണ്ട്. അപ്പോൾ ബിന്നി പറയും, നമ്മളൊക്കെ കഴിക്കുന്ന പോലെ ചിലരൊന്നും അങ്ങനത്തെ ഫുഡ് കഴിക്കില്ല, പിന്നെ കറികൾ മൊത്തം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൂടായിരുന്നോ എന്നൊക്കെ പിന്നെ അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറയും, ഞാനല്ല കിച്ചൺ ടീം, ഞങ്ങളുടെ പണി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഇതുവരെയായിട്ടും ഇവിടെ ഇത്ര ഫുഡ് വേസ്റ്റ് ആക്കിയിട്ടില്ല, ഇന്ന് കിച്ചൺ പോലും ക്ലീൻ അല്ലായിരുന്നു, ആ ടേബിൾ മൊത്തം വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നു, എന്നിട്ട് അത് മൊത്തം ക്ലീൻ ആക്കിയത് ഞാനാണ്. അപ്പോൾ ബിന്നി പറയും, നിങ്ങളോടാരെ ക്ലീൻ ആക്കാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പാത്രം കഴിക്കാൻ പോരെ, ഇത് ഞങ്ങൾ ക്ലീൻ ആക്കില്ലേ. അപ്പോൾ അനീഷ് പറയും, അങ്ങനെ പറയരുത് ബിന്നി, ഒരാളൊരു പണി എടുത്തിട്ട് അവരുടെ മേലെ കുതിര കയറാൻ നിൽക്കല്ല വേണ്ടത്, ആ ചോറിൽ മൊത്തം മുറുമ്പായിരുന്നു, ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നിട്ടാണ് നിങ്ങൾ കിച്ചൺ ക്ലീൻ ആക്കുന്നത്, നിങ്ങളുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടല്ല അവിടെ പണിയെടുക്കാൻ വരേണ്ടത് എന്നെല്ലാം കട്ടകലിപ്പിൽ അനീഷ് പറയുമ്പോൾ ബിന്നി പറയും, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പണിയെടുക്കാൻ, നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്താൽ മതി, ഇവിടെ എന്ത് വേണമെന്ന് എനിക്കറിയാം, നിങ്ങൾ വായിലോട്ട് വന്ന് സംസാരിക്കാതെ അങ്ങോട്ട് മാറി നിൽക്ക്, അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലൈവിൽ പൊരിഞ്ഞടിയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് കിച്ചൺ ഒട്ടും വൃത്തിയില്ലാതെ എന്ന് കിടന്നത്. ഒരവസരം കിട്ടിയപ്പോൾ ജിസേലെല്ലാം അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ മുന്നേ ജിസേൽ വാഷ്റൂം ക്ലീൻ ആക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിസേലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. അതുകൊണ്ട് അതിരാവിലെ തന്നെ ജിസേലെല്ലാം ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവിൽ പൊരിഞ്ഞടിയാണ് അനീഷും പിന്നെയും തമ്മിൽ നടക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.